morning all. Hello. Morning. Okay. അപ്പൊ നമ്മള് കുറച്ച് ഡിപ്പാർട്ട്മെന്റ് അപ്പൊ നമ്മള് ഹോസ്പിറ്റലിന്റെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഡിപ്പാർട്ട്മെന്റ്സ് കുറച്ച് നമ്മള് നോക്കിയായിരുന്നു. നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? എത്രത്തോളം വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ക്ലാസ്സിലേക്ക് വരിക. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതില് നിലവില് എന്താണ്, എവിടെ വരെയാ നമ്മൾ നിർത്തിയത്, പറഞ്ഞു നിർത്തിയത്? പോയാ? കാഷ്വാലിറ്റി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വായിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ജസ്റ്റ് ഒന്ന് വായിച്ചൊക്കെ നോക്കാണ്ട എല്ലാവരും. ഏത് ടീച്ചേഴ്സിന്റെ ആണെങ്കിലും അതൊന്ന് വായിച്ചു നോക്കി പോവുക. അപ്പൊ തന്നെ എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിലൊക്കെ നോട്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് എന്താണ്? അതിന് കുഴപ്പമില്ല, നമുക്ക് കുറച്ചല്ലേ എടുത്ത് പോയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എപ്പോഴാണെങ്കിലും വായിക്കും. കാഷ്വാലിറ്റി ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പൊ ഇനി ഉള്ളത് എന്താണ്? നമുക്ക് മനസ്സിലായി കാഷ്വാലിറ്റി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നൊക്കെ വരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏറെക്കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ അതുവരേക്കും? ഇതുവരെയും വായിച്ചു നോക്കിയവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? കണ്ടിന്യൂ ചെയ്യാലോ. കാർഡിയോളജി, ഓക്കെ, കാർഡിയോളജി തുടങ്ങി നമുക്കപ്പോ എടുക്കാനുണ്ട്. നമുക്ക് അതിലേക്ക് നോക്കാം. കാർഡിയോളജി വിഭാഗം അല്ലെ, ഹേർട്ടുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാർഡിയോളജി വിഭാഗത്തിനുള്ളത്. എല്ലാവർക്കും അറിയാം, സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള വിഭാഗം അല്ലെ, ഡോക്ടേഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ, ചില പ്രത്യേകമായിട്ട് അതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സിന്റെ ആ ഒരു നല്ല സേവനം ഉണ്ടെങ്കിൽ തെരഞ്ഞെടുത്ത് തന്നെ കാർഡിയോളജി വിഭാഗത്തിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പേഷ്യൻസ് പോകാറുണ്ട് അല്ലെ. നല്ല നല്ല ഡോക്ടറാണെന്നുള്ള പേര് കേട്ടിട്ട് അനുസരിച്ചിട്ട് ആ വിദഗ്ധനെ കാണാൻ വേണ്ടിയിട്ട് തന്നെ സ്പെഷ്യലി ചെയ്ത് തന്നെ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാർഡിയോളജി വിഭാഗത്തിന്റെ ഡോക്ടറിനെ കാണാനായിട്ടൊക്കെ പോകാറുണ്ട്. അപ്പൊ കാർഡിയോളജി എന്ന് പറയുന്നത് ഹൃദയവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. എന്താണുള്ളത്? The department, as the name indicates, deals with the problems of the human heart or the circulation. Okay, അപ്പൊ ഹ്യൂമന്റെ ഹേർട്ട് അല്ലെങ്കിൽ അവിടുത്തെ ആ രക്തപരിചരണാവസ്ഥ അല്ലെ, അവിടുത്തെ നാഡീവ്യൂഹത്തിന്റെ നമുക്കറിയാം, രക്തധമനികളിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകളെല്ലാം വളരെയധികം ഹേർട്ടിനെ ബാധിക്കും അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്ത് കൃത്യസമയത്ത് തന്നെ അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. കാരണം ഹേർട്ട് അത്ര പ്രധാനപ്പെട്ട ഒരു ഇതാണ് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ കാർഡിയോളജി ഈസ് ദ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് ആൻഡ് ഡിസോർഡർ ഓഫ് ദ ഹേർട്ട്. കേസ് നമുക്കറിയാം, അത് നല്ല രീതിയിലല്ല അല്ലെ, എന്തെങ്കിലും ഡിസോർഡർ ഉണ്ടെങ്കിൽ അത് ശരിക്കും ശരീരത്തിന് മൊത്തത്തിൽ ബാധിക്കും അല്ലെ. ബ്ലഡിലെ പമ്പിങ്, ബ്ലഡിന്റെ പമ്പിങ് ഒക്കെ കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്പന്ദന നിരക്കൊക്കെ ഇല്ല എങ്കിലൊക്കെ നമ്മുടെ ശരീരത്തിനെ അത് മൊത്തത്തിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ കാർഡിയോളജി വിഭാഗം ഒരു പ്രധാനപ്പെട്ട വിഭാഗം തന്നെയാണ്. കാർഡിയോളജി ഈസ് ദ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽ വിത്ത് ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് ആൻഡ് ഡിസോർഡർ ഓഫ് ദ ഹേർട്ട്. ഹേർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ വിഭാഗമാണ് കാർഡിയോളജി എന്ന് പറയുന്ന വിഭാഗം. Then the biggest area of heart diseases treated is coronary artery diseases. Example, angina, coronary artery bypass grafting. അങ്ങനെ കുറച്ച് അല്ലെ നമുക്കറിയാം, ഒത്തിരി ഇതുമായി ബന്ധപ്പെട്ട ബ്ലോക്ക് വരുന്നതുണ്ട്, നെഞ്ചുവേദന വരുന്നതുണ്ട്, അറ്റാക്ക് വരുന്നതുണ്ട്. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഹേർട്ടുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാം അല്ലേ. ചിലപ്പോ ഒക്കെ ജന്മന എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുന്നവരില്ലേ, ഹേർട്ടുമായി വാൽവുകൾക്കൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ നമുക്കറിയാം. ഒരു ചെറിയ സംഭവമാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നല്ല ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല എങ്കിൽ, എന്തെങ്കിലും ഒരു ചെറിയ ബ്ലോക്കോ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ
ഓക്കെ, ഡോസസ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഹേർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് നന്നായി തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അപ്പൊ എന്താണ് കൊറോണറി ആർട്ടറി ഡിസീസസ് എന്ന് പറയുന്നത്? നമ്മളിപ്പോ പറഞ്ഞു തുടങ്ങിയാണ്. ഇറ്റ് ട്രീറ്റ്സ് പീപ്പിൾ ബോത്ത് ഓൺ ആൻഡ് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ബേസിസ്. നമുക്കറിയാം അവിടെ കിടത്തി ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഹേർട്ടുമായി ബന്ധപ്പെട്ട് ഇച്ചിരിയും കൂടി കൂടുതൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്താണ് അവിടെ എന്തായാലും ഇൻപേഷ്യന്റ് ആവും അല്ലെ. ഇൻപേഷ്യന്റ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം കിടത്തി ചികിത്സിക്കേണ്ട അവസ്ഥ വരുമ്പോൾ അല്ലെ. ഔട്ട് പേഷ്യന്റ് ആവുമ്പോൾ നമുക്കറിയാം ചെറിയ ചെറിയ സിംറ്റംസ് എന്തെങ്കിലും നെഞ്ചുവേദനയ്ക്കൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ ചെറിയൊരു ഗ്യാസ് കയറിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ട്രബിൾ ആണെങ്കിൽ ഡോക്ടേഴ്സ് മെഡിസിൻസ് കൊടുത്തിട്ട് പറഞ്ഞേക്കും അല്ലെ, പേഷ്യൻസിനെ വീട്ടിലേക്ക് പറഞ്ഞേക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റും ഉണ്ട്. കിടത്തി നമുക്ക് എന്തെങ്കിലും സർജറി ഒക്കെ നടത്തി ചികിത്സ ചെയ്ത് കൊണ്ടുപോകാവുന്ന ചികിത്സകളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഹേർട്ടുമായി ബന്ധപ്പെട്ട ഇൻപേഷ്യന്റും ഔട്ട് പേഷ്യന്റ് ബേസിലും ട്രീറ്റ്മെന്റ് ഉണ്ട്. Then the biggest area of heart diseases treated is coronary artery diseases. എന്താണ് coronary artery diseases എന്ന് പറയുന്നത്? ഓക്കെ, എന്താണെന്നുള്ള കാര്യങ്ങള് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക. ആരെങ്കിലും ഒന്ന് കൊറോണറി ആർട്ടറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതായത് നെഞ്ചിൽ നിന്നും 4 ഭാഗത്തേക്കും പ്രത്യേകിച്ച് ഇടത് തോളിലേക്ക് കൈയിലേക്ക് വേദനയൊക്കെ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ. നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ അല്ലെ. ഒരു നെഞ്ചുവേദന വരുമ്പോൾ നമുക്ക് എവിടത്തേക്കാണ് ഈ പെയിൻ വ്യാപിക്കുന്നതെന്ന് അറിയില്ല. പ്രത്യേകിച്ച് ഒരു ഇടത് ഷോൾഡർ വഴി കയ്യിലേക്കൊക്കെ വ്യാപിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വരുമ്പോഴാണ് സാധാരണയായിട്ട് അതിനെ പറയുന്ന ഒരു പേരാണ് കൊറോണറി ആർട്ടറി ഡിസീസ്. അതിന് വ്യത്യസ്ത പേരുകൾ അറിയും. നമ്മൾ എപ്പോഴും കേൾക്കുമ്പോൾ എന്താണ് നെഞ്ചുവേദന എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്നുള്ള പദമാണ് അല്ലെ. ഇതിന് വ്യത്യസ്ത പേരുകളിലും ഈ ഡിസീസുകളെ അറിയപ്പെടുന്നുണ്ട്. The biggest area of heart diseases treated is coronary artery diseases. അതായത് ധമനികള്, അതില് ആ രക്തക്കുഴലുകളിൽ നിന്ന് അത് അപ്പൊ എവിടേക്കാണോ വേദനകൾ വരുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചിന്റെ 4 ഭാഗത്തേക്കും അങ്ങനെ വേദന അനുഭവപ്പെടുകയും പ്രത്യേകമായിട്ട് ഇടത് തോളിലേക്ക് കൈയിലേക്കൊക്കെ അങ്ങനെ ഒരു വേദന അനുഭവപ്പെടുമ്പോഴാണ് നെഞ്ചുവേദന അല്ലെ. അതുമായി ബന്ധപ്പെട്ടാണ് ട്രീറ്റ്മെന്റിന് ഈ ഒരു പേര് വിവരിക്കുന്നത് കൊറോണറി ആർട്ടറി ഡിസീസ്. വീണ്ടും പറയുന്നു കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. എന്താണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്? അതും ഇങ്ങനെ തന്നെ ഹൃദയത്തിലെ രക്തധമനികളിലെ ബ്ലോക്ക് മാറ്റിയിട്ട് രക്തയോട്ടം, ഒരു ശസ്ത്രക്രിയ കൂടി അല്ലെ. ഒരു ബൈപ്പാസ് നമുക്കറിയാം ധമനികളിലെ രക്തയോട്ടത്തിന് എന്തെങ്കിലും ബ്ലോക്ക് സംഭവിക്കാം അല്ലെ. ആ ഒരു ബ്ലോക്ക് നീക്കിയാൽ മാത്രമാണ് വീണ്ടും നല്ല കൃത്യമായിട്ട് ധമനികളിലൂടെ രക്തം പമ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലൊക്കെയാണ് നമ്മൾ എന്താണ് ബൈപ്പാസിന് അല്ലെ, ബൈപ്പാസ് സർജറി നടത്തി എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. അതിനെയാണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെഞ്ചുവേദന എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ ആ ഒരു ഡിസീസസ് അത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് നടത്തും. ഇൻ കേസ് ധമനികളിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ എന്താണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്നുള്ള ട്രീറ്റ്മെന്റിന്റെ രീതിയിലാണ് അതിന് ഒരു പരിഹാരം കണ്ടെത്തുന്നത്. കാർഡിയോവസ്കുലർ സർജറി, അതെന്താണ് കാർഡിയോവസ്കുലർ സർജറി എന്ന് പറയുന്നത്? ഓക്കെ, അതും ഇങ്ങനെ തന്നെ, അതായത് നമ്മുടെ ധമനികൾ തന്നെയാണ് അല്ലെ, അവിടെ പമ്പ് ചെയ്യുന്ന ഓരോ ഇതുകളുണ്ട്. ഹൃദയത്തിലെ ആ ഗ്രേറ്റ് വെസൽസിനെ അതിൽ നടത്തുന്ന ഒരു ശസ്ത്രക്രിയയാണ് എന്താ കാർഡിയോവസ്കുലർ സർജറി എന്ന് പറയുന്നത്. അപ്പൊ ഓരോന്നിനും ഓരോ പേരുകളുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. കാരണം അത് ആ ഹേർട്ടുമായി ബന്ധപ്പെട്ട ഡിസീസ് ആയതുകൊണ്ട് തന്നെ ധമനികൾക്കോ വലിയ മഹാധമനിക്കാണോ അല്ലെ ചെറിയ ചെറിയ എന്തിനാണോ പ്രോബ്ലം സംഭവിച്ചിരിക്കുന്നത് അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് അതിന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്യും, തീരുമാനിക്കും. അതനുസരിച്ചിട്ടാണ് അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഓക്കെ, വീണ്ടും പറയുന്നത് എന്താണ് കാർഡിയോവസ്കുലർ സർജറി ഡീൽസ് വിത്ത് സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഹേർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്. സാധാരണയായിട്ട് ബ്ലഡ് വെസൽസിലാണ് ആ ട്രീറ്റ്മെന്റ് നടത്തുന്നത്. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ മനസ്സിലാക്കുക, അതായത് ഹേർട്ടുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത് വിഭാഗം? ഏത് വിഭാഗമാണ് ഹേർട്ടുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകൾക്ക് വിധേയമാകുന്നത്?
കാർഡിയോളജി. ഓക്കെ, കാർഡിയോളജി വിഭാഗം. ഓക്കെ, അത് മൈൻഡിലേക്ക് കൊണ്ടുവരാം. ഹേർട്ടുമായി ബന്ധപ്പെട്ട ഡിസീസുകൾക്കെല്ലാം കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടറെയാണ് നമ്മൾ ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ കാണേണ്ടത്. പിന്നെ എന്താണ്, പലതരത്തിലുള്ള അസുഖങ്ങൾ വരാം അല്ലെ, അതിശക്തമായിട്ടുള്ള നെഞ്ചുവേദനകൾ വരാം. ആൻജിന എന്നുള്ള പദമാണ് അതിൽ യൂസ് ചെയ്യുന്നത്. ദെൻ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് വരാം, രക്തക്കുഴലുകളിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ മാറ്റാൻ വേണ്ടിയിട്ട്. അതേമാതിരി തന്നെ മഹാധമനിക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതും സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വഴിയാണ്, ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് വഴിയാണ് അതിലെ ബ്ലോക്കുകളെല്ലാം മാറ്റുന്നത്. ഞാൻ വീണ്ടും അതുമായി ബന്ധപ്പെട്ട മറ്റു അസുഖങ്ങളുടെ പേരുകളുണ്ട്, താഴേക്ക് നോക്കാം. കാർഡിയക് സർജറി ഇൻവോൾവ്സ് പ്രൊസീജിയേഴ്സ് ലൈക്ക് ബൈപ്പാസ് സർജറീസ്, വാൽവ് റിപ്പയേഴ്സ്, വാൽവ് റീപ്ലേസ്മെന്റ് ആൻഡ് സർജറി ഫോർ congenital defects. Vascular deals with the diseases of blood vessels. അതായത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വ്യത്യസ്ത തരത്തിലുള്ള രോഗങ്ങളുണ്ട് അല്ലെ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോ തുടക്കം തന്നെ പറഞ്ഞു, ജനിക്കുമ്പോൾ തന്നെ ചെറിയ ഹേർട്ടുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ഉള്ളവരുണ്ടാവും, വാൽവിന് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നവരുണ്ടാവാം. ചിലപ്പോൾ പെട്ടെന്ന് അല്ലെ കുറച്ചും കൂടി കൊഴുപ്പ് പദാർത്ഥങ്ങളൊക്കെ അടിഞ്ഞിട്ട് അതിനൊക്കെ താഴേക്ക് വരുന്നുള്ളൂ കേട്ടോ. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഒക്കെ അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്, ബ്ലോക്കുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. അതേമാതിരി തന്നെ ചെറിയ വെയിനുകൾ അല്ലെ, അതിന്റെ വെസൽസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രക്തയോട്ടം സുഗമമാക്കാനായിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ. അപ്പൊ കാർഡിയക് സർജറിയിൽ പറയുന്ന പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ബൈപ്പാസ് സർജറീസ്. ബൈപ്പാസ് സർജറി നമ്മൾ കണ്ടായിരുന്നു അല്ലെ. പൊതുവെ ആ ഒരു ബ്ലോക്ക് മാറ്റിയിട്ട് അതിന്റെ രക്തയോട്ടം സുഗമമാക്കാനായിട്ടാണ് സാധാരണയായിട്ട് ബ്ലഡ് വെസൽസും ഡിസീസസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ആ ഒരു ബ്ലോക്കില് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് മാറ്റിയിട്ടാണ് സാധാരണയായിട്ട് ബൈപ്പാസ് സർജറി നടത്താറ്. ഹൃദയത്തിലെ 3 പ്രധാന ധമനികളിലെ തടസ്സങ്ങൾ, ട്രിപ്പിൾ വെസൽസ് ഡിസീസ്, അതാണ് ആൻജിയോപ്ലാസ്റ്റി. പേസ് മേക്കർ പറയുന്നുണ്ട്, ഞാനത് പറഞ്ഞു വരാം പേസ് മേക്കറിനെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ അതുവരെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. എന്താണ് ഹൃദയത്തിലെ 3 പ്രധാന ധമനികളിലുള്ള തടസ്സങ്ങൾ, അതിലെ ട്രിപ്പിൾ വെസൽ ഡിസീസ് എന്നാണ് പറയുന്നത്. അതൊക്കെയാണ് സാധാരണയായിട്ട് ബൈപ്പാസ് സർജറി കൊണ്ട് ട്രീറ്റ് ചെയ്ത് പോകാറ്. എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് സാധാരണ രീതിയിൽ രക്തങ്ങൾ പമ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സാധ്യത ഉണ്ടാക്കി തീർക്കുന്ന ഒരവസ്ഥയാണ് ബൈപ്പാസ് സർജറി കൊണ്ട് നടപ്പാക്കുന്നത്. വീണ്ടും എന്താണ് നമ്മൾ പറയുന്നത്, വാൽവ് റിപ്പയർ അല്ലെ. വാൽവ് റിപ്പയർ ചെയ്യേണ്ട ഒരവസ്ഥ വരാറുണ്ട് നമുക്ക് ചിലപ്പോഴൊക്കെ. ചെറിയ അല്ലെ വാൽവുകൾക്ക് എന്തെങ്കിലുമൊക്കെ സംതിങ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് സംഭവിക്കാനുണ്ടെങ്കിൽ അയോർട്ടിക് വാൽവ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട്. അത് ഓപ്പൺ ഹേർട്ട് സർജറി നടത്തിയിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അറിയാം, ചെറിയ ബൈപ്പാസ് ഇങ്ങനെ അല്ലെ, ചെറിയ ട്രീറ്റ്മെന്റും ഉണ്ട്. ഓപ്പൺ സർജറി ചെയ്തിട്ട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അല്ലെ. വാൽവൊക്കെ റീപ്ലേസ്മെന്റ് ഒക്കെ നടത്തണമെങ്കിൽ എന്താണ് നമുക്കറിയാം, അത് ഓപ്പൺ സർജറിയുടെ മാത്രമാണ് സാധ്യമാക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഓപ്പൺ ഹേർട്ട് സർജറി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ദെൻ വീണ്ടും എന്താണ് കൺജീനിയൽ ഡിഫക്ട്സ് എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് അതിന്റെയൊക്കെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. കാരണം ചിലർക്കെങ്കിലും അല്ലെ, ചിലരൊക്കെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. ചിലരെങ്കിലും പുതിയ വീടായിട്ട് കേൾക്കുന്നവരായിരിക്കും. എന്താണ് കൺജന്റിന അല്ലെ, കൺജന്റൽ ഡിഫക്ട്സ് എന്ന് പറയുന്നത് ജന്മന ഉണ്ടാകുന്ന എന്തെങ്കിലും ഡിഫക്ട്സ്. കൺജന്റിന അല്ലെ, അതിനെ പറയുന്നതാണ് കൺജന്റൽ ഡിഫക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മന എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് അല്ലെ സർജറി കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ടാവും. അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റും എന്താണ് കാർഡിയോളജി വിഭാഗത്തിലാണ് നടപ്പാക്കുന്നത്. എന്താണ് അപ്പൊ അതുവരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലായി അല്ലെ. വെസൽസിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ വാൽവിന്റെ റിപ്പയർ അല്ലെങ്കിൽ വാൽവ് റീപ്ലേസ്മെന്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നടത്തുന്നത് എന്താണ് കാർഡിയോളജി വിഭാഗത്തിലാണ്. ഇനി വീണ്ടും നിങ്ങൾക്ക് പറയാനുള്ളത് അല്ലെ, നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു ആഗ്രഹമുള്ളത് പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ. എന്താണ് പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്? ശരിക്കും ഒരു ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ചെറിയ ഹൃദയം തന്നെയാണ് അല്ലെ. ഹൃദയം എന്നുള്ള മീനിങ് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൃദയത്തിന്റെ നിരക്ക് കുറവുള്ള രോഗികള് ഹൃദയപേശികളിലേക്ക് ഇലക്ട്രിക് തരംഗങ്ങൾ അയച്ച് കൃത്രിമമായിട്ട് ഹൃദയമിടിപ്പ് അല്ലെ അത് കൂട്ടിക്കൊണ്ടുവരുന്നത്. ആ ഒരു സാധാരണ നമുക്കറിയാം, ഒരു ഹൃദയത്തിന് ഒരു ഹൃദയമിടിപ്പുണ്ട്. ആരെങ്കിലൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് ഇടയ്ക്കെങ്കിലൊക്കെ വളരെ സൈലന്റ് ആയിട്ട് നമ്മുടെ ഹൃദയം ഇടിക്കുന്നത് ഏത് ടൈമാണെന്നൊക്കെ ഉള്ളത്
നമുക്കറിയാം ഡോക്ടേഴ്സ് അവര് കറക്റ്റ് ആയിട്ട് എത്രത്തോളം സമയം എടുപ്പുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് നോക്കും. അപ്പൊ ആ ഒരു ഹൃദയമിടിപ്പ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിലല്ല എങ്കിൽ നമുക്കറിയാം അത് തകരാറ് തന്നെയാണ് അല്ലെ. അപ്പൊ അത് അനുസരിച്ചിട്ട് അത് ഇടിപ്പ് ഉണ്ടാകേണ്ടതാണ്. ഓരോ പേഴ്സൺസിനും അതിനനുസരിച്ചിട്ടുള്ള ഇടിപ്പ് ഉണ്ടാവേണ്ടതാണ്. ഇൻ കേസ് അങ്ങനെ ഇല്ലാത്തവർക്കാണ് നമ്മൾ സാധാരണയായിട്ട് പേസ് മേക്കർ സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഡോക്ടേഴ്സ് സെറ്റ് ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഹൃദയമിടിപ്പ് ഇല്ലാത്ത ഒരവസ്ഥയിലായിരിക്കും ഡോക്ടേഴ്സ് അത് സജഷൻ പറയുന്നത്. അതനുസരിച്ചിട്ട് പേസ് മേക്കർ അവിടെ അവർ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഹൃദയത്തിന്റെ നിരക്ക് കുറവുള്ള രോഗികളുടെ ഹൃദയപേശികളിലേക്ക് ഇലക്ട്രിക് തരംഗങ്ങൾ അയച്ച് കൃത്രിമമായിട്ട് ഹൃദയമിടിപ്പ് നൽകുന്നതിനായി ഉപയോഗിക്കുന്ന വളരെ ഒരു ചെറിയ ഉപകരണമാണ്. അതിന്റെ വെയിറ്റ് ഒക്കെ വളരെ കുറവാണ്. 25 മുതൽ 35 ഗ്രാം വരെയുള്ള അത്രയും ഒരു സംഭവം അല്ലെ, ചെറിയ ഭാരമുള്ള ഒരു ഇതാണ് ഘടിപ്പിച്ചു കൊടുക്കുന്നത്. അതനുസരിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ സാധാരണ രീതിയിൽ തന്നെ മറ്റുള്ളവരുടെ പോലെ തന്നെ ഹൃദയമിടിപ്പ് അവർക്ക് കൈകാര്യം ചെയ്തു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഹൃദയത്തിന്റെ ഹൃദയം എന്നാണ് നമ്മൾ അതിനെ അറിയപ്പെടുന്നത്. ശരിയാ, നിങ്ങളിപ്പോ ഒരു ചെറിയ GK ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോഴൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഹൃദയത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നതാണ് ഇത് പേസ് മേക്കർ. അപ്പൊ ഹൃദയത്തിന്റെ സങ്കോച വികാസത്തിന്റെ തുടക്കം കുറിക്കുകയും സ്പന്ദന നിരക്ക് ക്രമീകരിക്കുകയും ചെയ്യുന്ന ഒരു മെഷീനാണ് അത്. അത് കറക്റ്റ് ആയിട്ട് ഓരോ പേഴ്സണും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇല്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെയാണ് ഡോക്ടേഴ്സ് ഇങ്ങനെ ഒരു പേസ് മേക്കർ നിങ്ങൾ വെക്കേണ്ടതുണ്ട് എന്ന് സജസ്റ്റ് ചെയ്യുകയും അതനുസരിച്ചിട്ട് രോഗി അതിന് തയ്യാറാവുകയും ചെയ്യുന്നു. ഓക്കെ, എന്താണെന്ന് മനസ്സിലായോ പേസ് മേക്കർ എന്താണെന്നുള്ളത്? പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഹൃദയത്തിന്റെ ഹൃദയം എന്ന് പറയുന്ന ഒന്ന് സ്ഥാപിക്കുകയാണ്. അത് സാധാരണ രീതിയിൽ അല്ലെ നമ്മുടെ സ്പന്ദന നിരക്ക് വരാത്ത പേഷ്യൻസിന് മാത്രമാണ് ഡോക്ടേഴ്സ് അങ്ങനെ സജസ്റ്റ് ചെയ്തിട്ട് അത് അല്ലെ ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്നത്. വീണ്ടും ട്രീറ്റ്മെന്റ് ഫോർ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഈസ് ഓൾസോ ഡൺ ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? മറ്റു വാക്കിൽ നമ്മൾ മറ്റൊരു പേരിൽ അറിയപ്പെടാം. എന്താണ് പറയുന്നത്? മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഹാർട്ട് അറ്റാക്കിനെ പറയുന്ന മറ്റൊരു പേരാണിത്. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്നത് ഏത് പേരിലാണ്? ഹാർട്ട് അറ്റാക്ക് അല്ലെ. ഹൃദയപേശികൾക്ക് സാധാരണ രീതിയിലുള്ള രക്തം വെള്ളം എത്തിക്കാതിരിക്കുന്ന അല്ലെ, അത് കാരണം പേശികൾ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. നമുക്കറിയാം അല്ലെ, കൊളസ്ട്രോളും സംഭവങ്ങളൊക്കെ വരുമ്പോൾ അത് അടിഞ്ഞു കൂടിയിട്ട് ബ്ലോക്കായി പോകും. അങ്ങനെയുള്ള സംഭവത്തിന്റെ അല്ലെ ആ ഒരു സമയത്താണ് നമ്മൾ ഇതിനെ കൃത്യമായിട്ടുള്ള ഇത് ബ്ലോക്ക് മാറ്റേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സമയത്ത് ഇതിലാണ് നമ്മൾ സാധാരണയായിട്ട് അറ്റാക്ക് വരുന്നത്, ഫീൽ ചെയ്യുന്നത് അല്ലെ. അറ്റാക്ക് വരുന്നത് എന്താണ്? ആ ബ്ലോക്ക് വരുന്ന സാഹചര്യത്തിലാണ് സാധാരണ രീതിയിൽ വെസൽസിന് ആവശ്യമായിട്ടുള്ള വെള്ളവും എന്താണ് രക്തവും എത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഓക്കെ, ഹൃദയപേശികൾക്ക് സാധാരണ രീതിയിലുള്ള രക്തവും വെള്ളവും എത്താതിരിക്കുന്നത് കാരണം പേശികൾ നശിച്ചു പോകുന്ന അവസ്ഥയാണ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറയുന്നത്. മറ്റൊരു പേരിൽ സാധാരണയായ രീതിയിൽ നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, then is also done in this department. അതും എവിടെ തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? കാർഡിയോളജി വിഭാഗത്തിൽ. ഓക്കെ, അപ്പൊ കാർഡിയോളജി എന്ന് പറയുമ്പോൾ അല്ലെ നമ്മൾ സാധാരണയായിട്ട് നെഞ്ചുവേദന അല്ലെ ഹൃദയവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണെന്ന് പൊതുവെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷെ വ്യത്യസ്ത പേരുകൾ വ്യത്യസ്ത ഇതുകളുണ്ട്. അവിടുത്തെ വെസലിറ്റ്സുകളിന് പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാൽവുകൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജന്മനാ തന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളവര് അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ അതില് അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത എന്താണ് ഇവിടെ സാധാരണയായിട്ട് ഉണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത്. നോക്കാം, the department as the same indicate deals with the problems of the human heart or circulation. ഈ ഡിപ്പാർട്ട്മെന്റ് സാധാരണയായിട്ട് ഡീൽ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഹ്യൂമന്റെ മനുഷ്യശരീരത്തിന്റെ ഹേർട്ടുമായി ബന്ധപ്പെട്ട അതിന്റെ ആ ഒരു രക്തസംക്രമണ വ്യവസ്ഥയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കാർഡിയോളജി വിഭാഗത്തിൽ ഡീൽ ചെയ്യുന്നത്. Then cardiology is the medical specialty that deals with the diagnosis and treatment of diseases and disorders of the heart. ഹേർട്ടിന്റെ സാധാരണ രീതിയിലുള്ള പ്രവർത്തനമല്ലാതെ ഡിസോർഡർ ആയിട്ടുള്ള പ്രവർത്തനം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും സ്പെഷ്യൽ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വിഭാഗമാണ്
കാർഡിയോളജി എന്ന് പറയുന്നത്. Then it treats people both on an inpatient and outpatient basis. നമുക്കറിയാം. ഓക്കെ, പെട്ടെന്ന് ഇതിലുള്ള നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. എന്താണ് നമ്മുടെ ഇതിൽ പറയുന്ന പ്രത്യേകമായിട്ടും ഇതിൽ പറയുന്നത് എന്താണ്, ഇൻപേഷ്യന്റ് ആയിട്ടും ഔട്ട് പേഷ്യന്റ് ആയിട്ടും നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ് നടത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. Then the biggest area of heart diseases treated is coronary artery diseases, example angina, coronary artery bypass grafting, cardiovascular surgery deals with the surgical treatment of heart and blood vessels. അതായത് സാധാരണ രീതിയിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുന്നത് എന്താണ്, ഇതില് വ്യത്യസ്ത തരത്തിലുള്ള ബിഗ്ഗസ്റ്റ് ഏരിയ ആണ്. കാരണം ഹേർട്ടുമായി ബന്ധപ്പെട്ട അത്രയും മാത്രം പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട് അല്ലെ. നമുക്കൊരു നെഞ്ചുവേദന, പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വരുമ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും നമുക്ക് തരിപ്പോടുകൂടി വേദന വരികയും അത് ഷോൾഡറിലേക്ക് ഇറങ്ങി ഭയങ്കര പെയിനൊക്കെയാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കാർഡിയോവാസ്കുലർ സർജറി കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട രീതിയിൽ തന്നെ അവർക്ക് അല്ലെ, കൊറോണറി ആർട്ടറി ഡിസീസസുമായി ബന്ധപ്പെട്ട രീതിയിൽ തന്നെ അവർക്ക് അത് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വെസൽസിലൊക്കെ ബ്ലോക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ബ്ലോക്ക് മാറ്റേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും. Then cardiovascular surgery deals with the surgical treatment of heart and blood vessels. അതായത് ഹേർട്ടും അതേമാതിരി തന്നെ അതോടൊപ്പം തന്നെയുള്ള ബ്ലഡ് വെസൽസിന്റെയും ട്രീറ്റ്മെന്റ് അതുമായി ബന്ധപ്പെട്ട സർജറിയും കാര്യങ്ങളെല്ലാം കാർഡിയോവാസ്കുലർ സർജറിയിൽ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. അതിന് വ്യത്യസ്ത തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഹേർട്ടുമായി ബന്ധപ്പെട്ടുണ്ട്. നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഇതില് എന്താണ്, ഇതിനുമായി ബന്ധപ്പെട്ട ഒരുപാട് വെസൽസുകളുണ്ട് അല്ലെ, ധമനികളുണ്ട്. ആ ധമനികൾക്ക് ബ്ലോക്കുകൾ ഉണ്ടോ, അല്ലെങ്കിൽ അതിശക്തമായ നെഞ്ചുവേദനയാണോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാൽവുകൾക്കാണോ, അല്ലെങ്കിൽ ജന്മനാ ഉള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആണോ, അതല്ലെങ്കിൽ എന്താണ് ഇടിപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തകരാറാണോ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റ് കാർഡിയോളജി വിഭാഗത്തിലാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, ഇടയിൽ എന്തോ ഒരു മെസ്സേജ് കണ്ട പോലെ തോന്നി. എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. തോന്നിയതാണോ എന്നറിയില്ല. പാനിയൽ അറ്റാക്കിനെ കുറിച്ച് എന്തോ ചോദിച്ചെന്ന് തോന്നണം അല്ലെ. അത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഒരു നെഞ്ചുവേദന അല്ലെ, ഒരു കുറച്ചു നേരത്തേക്ക് മാത്രമുള്ള ഒരു സംതിങ് എന്തോ അങ്ങനെ പറയുന്ന ലക്ഷണങ്ങൾക്കും സാധാരണയായിട്ട് അങ്ങനെ ഡോക്ടറിനെ നമ്മൾ വിസിറ്റ് ചെയ്യാറുണ്ട്. എന്താണ് ഒരു പ്രത്യേകിച്ച് കാരണമൊന്നും കാണുന്നില്ല അല്ലെ, അങ്ങനെ വരുമ്പോൾ കുറച്ച് സമയം കാണുന്നുണ്ടോ, അപ്പൊ അതാണ് അങ്ങനെ വരുന്ന ഒരു അറ്റാക്കിനെയാണ് നമ്മൾ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. കുറച്ച് സമയം ഒരു 2-3 മിനിറ്റ് അതിശക്തമായിട്ടൊരു വേദന അനുഭവപ്പെടുന്നു. ആ ഒരു അവസ്ഥയിൽ ട്രീറ്റ്മെന്റ് ആണ്, ആ ഒരു ഉത്കണ്ഠ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥ എന്ന് പറയുന്നത് വേദന കണ്ടിന്യൂസ് ഒന്നുമില്ല, ആ ഒരു ഉത്കണ്ഠപരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ആ ഒരു ട്രീറ്റ്മെന്റും സാധാരണയായിട്ട് കാർഡിയോളജി വിഭാഗത്തിലാണ് ട്രീറ്റ് ചെയ്യാറ്. ഓക്കെ, ക്ലിയറായോ? പാനിക് അറ്റാക്ക് ഉള്ള ഒരു പേരിലാണ് അത് അറിയപ്പെടാറ്.
കാർഡിയോളജി ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഡിസ്റ്റന്റ് എന്നൊക്കെ ഉള്ളത് ചെറിയ ചെറിയ അല്ലെ, ചെറിയ ചെറിയ സന്ദേഹം പല വ്യത്യസ്ത തരത്തിലുള്ള ഇതുകളിൽ അറിയപ്പെടുന്നുണ്ട് ഈ ഒരു എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. നെക്സ്റ്റ് എന്താണ് നമുക്ക് നോക്കാം, അനസ്തേഷ്യോളജി. ഓക്കെ, അപ്പൊ അതിലെന്താണ് നമുക്കറിയാം അല്ലെ, ഇത് സർജറിക്ക് മുമ്പ് നമ്മൾക്ക് അതിന്റെ പെയിൻ ഒന്നും അല്ലെ അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ അനസ്തേഷ്യ കൊടുക്കാറ് അല്ലെ. അങ്ങനെ തന്നെയല്ലേ അനസ്തേഷ്യ, ചിലർക്കൊക്കെ അനസ്തേഷ്യ കിട്ടിയിട്ടുണ്ടാവും എന്തെങ്കിലും ഓപ്പറേഷൻ സംഭവവുമായി ബന്ധപ്പെട്ട്. ഉണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലൊക്കെ ഉണ്ടോ? സിസേറിയൻ ടൈമിലൊക്കെ കിട്ടിയിട്ടുണ്ടാവും. നമുക്കറിയാം ചിലർക്ക് ഫുള്ളായിട്ട് ബോധം കെടുത്തേണ്ട ഒരവസ്ഥ, ചിലർക്ക് നമുക്കറിയാം സിസേറിയനൊക്കെ ആവുമ്പോ ചില ഭാഗങ്ങളിലെ നമ്മുടെ ബോഡിയില് ചില സംഭവങ്ങളിലൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള അനസ്തേഷ്യ കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോ നമുക്കിപ്പോ ഒരു പല ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു അനസ്തേഷ്യ കിട്ടിയിട്ടുണ്ടാവും. അത് ആ ഭാഗത്ത് മാത്രം ഒരു മരയിപ്പിക്കുന്ന ഒരവസ്ഥയാണ് അല്ലെ. അതേസമയം സിസേറിയൻ ഇപ്പൊ ഒരു കുട്ടിയുടെ ബർത്തുമായി ബന്ധപ്പെട്ടൊക്കെ ആവുമ്പോൾ നമുക്കറിയാം നമ്മുടെ അല്ലെ തലയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്തൊക്കെയോ കാണുന്നുണ്ട്. കൊച്ചിലേക്ക് എടുത്ത് ചിലപ്പോ അല്ലെ ഡോക്ടേഴ്സ് അങ്ങനെയുള്ള ഓപ്പറേഷൻ ടൈമിലൊക്കെ കൊച്ചിലേക്ക് എടുത്ത് കാണിക്കും, ജസ്റ്റ് ഒക്കെ ഒന്ന് കണ്ടുപോകും. BSc അനസ്തേഷ്യ ആണോ? ഓക്കെ, അപ്പോ എല്ലാ ഡൗട്ടും അവർക്കൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്തായാലും എന്താണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് വ്യത്യസ്ത തരത്തിലുള്ള അനസ്തേഷ്യ ഉണ്ട്. അനസ്തേഷ്യ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയി. എന്താണ് അല്ലെ, ഒരു മരവിക്കുന്ന അവസ്ഥയാണ്, നമുക്ക് പെയിൻ ഒന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ പല്ല് ഡോക്ടറിന്റെ അടുത്താവുമ്പോൾ നമുക്കറിയാം അവിടെ ഡെന്റിസ്റ്റ് ആ ഒരു ഭാഗത്തെ പെയിൻ മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെ, പല്ല് പറിച്ച് കളയുമ്പോൾ അവിടെ അത്രയും പെയിൻ അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇൻ കേസ് ഒരു ബർത്തുമായി ബന്ധപ്പെട്ട ഒരു സിസേറിയൻ നടത്തുമ്പോഴും അറിയാം നമുക്ക് തലയൊന്നും ഫുൾ നമ്മൾ അബ്നോർമൽ ആവുന്നില്ല അല്ലെ, നമ്മള് മീൻസ് അൺകോൺഷ്യസ് ആവുന്നില്ല. നമുക്ക് കുറച്ച് ഭാഗം അല്ലെ നമുക്ക് ബോധ അവസ്ഥ ആവുന്നുണ്ട്, എന്നാൽ കൂടി കുറെ പെയിൻ ആ ഭാഗത്തെ പെയിൻ ഒന്നും അനുഭവപ്പെടുന്നില്ല. ഇനി ചില കേസുകളിൽ നമുക്കറിയാം ഫുള്ളായിട്ട് അനസ്തേഷ്യ കൊടുക്കേണ്ടതായിട്ട് വരും. ചില അല്ലെ നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ ഓർഗൻസ് ഒക്കെ മാറ്റി വെക്കേണ്ട ശസ്ത്രക്രിയയൊക്കെ നടത്തുമ്പോൾ ഫുള്ളായിട്ടൊക്കെ ചിലപ്പോഴൊക്കെ ഇതേമാതിരി അനസ്തേഷ്യ കൊടുക്കേണ്ടി വരും. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള അനസ്തേഷ്യ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അനസ്തേഷ്യോളജി അല്ലെ ആ ഒരു വിഭാഗമാണ്. ഡോക്ടേഴ്സ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്റ്റർ അനസ്തേഷ്യ ഫോർ പേഷ്യൻസ് ഫോർ പ്രൊസീജിയർ ആൻഡ് സർജറീസ്. സാധാരണയായിട്ട് നമ്മുടെ സർജറി വിഭാഗവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു അനസ്തേഷ്യ വിഭാഗം അല്ലെ അത് നടത്തിക്കൊണ്ട് പോകുന്നത്. എന്താ അനസ്തേഷ്യോളജിയിലില്ല അഡ്മിനിസ്റ്റർ അത് ഏതൊക്കെ രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്? ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ, അങ്ങനെ മൂന്നായിട്ട് അനസ്തേഷ്യ തിരിച്ചിട്ടുണ്ട്. അപ്പൊ ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ എന്തെന്നാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പോകുക. General anesthesia is a medicine that is administered by an anesthesiologist, a medical doctor through a mask or IV cannula placed in the vein. അതായത് ജനറൽ അനസ്തേഷ്യ കൊടുക്കുക എന്ന് പറയുന്നത് അത് നമുക്കറിയാം മൊത്തത്തിൽ ആ രോഗിക്ക് ആ പേഷ്യന്റിനെ ബോധരഹിതമാക്കുന്ന ഒരവസ്ഥയാണ് അല്ലെ. അത് സാധാരണയായിട്ട് മാസ്ക് മണപ്പിച്ചിട്ട് ബോധം കെടുത്തുന്ന അവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ IV അല്ലെ നമ്മള് സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇതിലൂടെ വെയിനിലൂടെ മെഡിസിൻസ് കൊടുത്തിട്ട് അതിലൂടെ എന്താണ് ബോധരഹിതമാകുന്ന ആ ഒരു മെഡിസിൻസ് കൊടുത്ത് ആ ഒരു അവസ്ഥ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഇതുമുണ്ട്. Then while the anesthesia is working, patient will become unconscious. അങ്ങനെ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് എന്താണ് ബോധാവസ്ഥ അല്ലെ, ബോധമുണ്ടാവില്ലാത്ത ഒരവസ്ഥയായിരിക്കും അവർക്ക് അനുഭവപ്പെടുന്നത്. നെക്സ്റ്റ് എന്താണ് ലോക്കൽ അനസ്തേഷ്യ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ജനറൽ അനസ്തേഷ്യ ഉണ്ട്, ലോക്കൽ അനസ്തേഷ്യ ഉണ്ട്, പിന്നെന്താണ് റീജിയണൽ അനസ്തേഷ്യം ഉണ്ട്. ആ മൂന്ന് അനസ്തേഷ്യയില് ഏറ്റവും കൂടുതൽ ഫുള്ളായിട്ട് ബോഡിയെ എന്താണ് ബോധരഹിതമാക്കുന്ന ഒരവസ്ഥയാണ് ജനറൽ അനസ്തേഷ്യയിൽ നടപ്പാക്കുന്നത്. അത് രണ്ട് രീതിയിലാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. മാസ്ക് ഉപയോഗിച്ചിട്ട് അല്ലെ നമ്മുടെ മൂക്കിലൂടെ നമ്മൾ നേരിട്ട് കൊടുക്കുന്നു, അതല്ലെങ്കിൽ വെയിനിലൂടെ IV കാനുലയിലൂടെ മെഡിസിൻ കൊടുത്ത് ഇതേമാതിരിയുള്ള അനസ്തേഷ്യ കൊടുക്കുന്നു. നെക്സ്റ്റ് എന്താണ് ലോക്കൽ അനസ്തേഷ്യ. എന്താണ് ലോക്കൽ അനസ്തേഷ്യയിൽ പറയുന്നത്? ലോക്കൽ അനസ്തേഷ്യ ബ്ലോക്സ് സെൻസേഷൻ ഇൻ സ്മോൾ ഏരിയ. ചെറിയൊരു ഏരിയയിലേക്ക് മാത്രം ആ സെൻസ് അല്ലെ ആ ഒരു ഭാഗം മാത്രമാണ് മരയിപ്പിക്കുന്നത്. അവിടെ മാത്രമാണ് വേദന സംഹാരികളിലെ വേദന അനുഭവപ്പെടാത്ത ഒരു അവസ്ഥയാക്കി മാറ്റുന്നത്.
അപ്പൊ ഡെന്റിസ്റ്റ് യൂസ് ലോക്കൽ അനസ്തീഷ്യ വെൻ നമ്മളിങ്ങനെ ജോ ഓർ ഗംസ് നമുക്കറിയാം മോണയിലൊക്കെ ഇഞ്ചക്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ആ ഭാഗത്ത് പല്ലുകളെല്ലാം വരയ്ക്കുന്നത്. അപ്പൊ ആ ഭാഗം വരയിച്ചു പോകും അല്ലെ, അവിടെയുള്ള വേദനകളൊന്നും നമ്മൾ അറിയില്ല. ആ ഒരു അവസ്ഥയാണ് ലോക്കൽ അനസ്തീഷ്യയിൽ വരുന്നത്. ദെൻ എന്താണ് റീജിയണൽ അനസ്തീഷ്യ? റീജിയണൽ അനസ്തീഷ്യയിൽ എന്താ നോക്കുന്നത്? റീജിയണൽ അനസ്തീഷ്യ നംസ് എ സ്പെസിഫിക് പോർഷൻ ഓഫ് ദ ബോഡി. പല്ലെടുക്കുമ്പോൾ ഓക്കെ കറക്റ്റ്. എന്താണ് റീജിയണൽ അനസ്തീഷ്യ? റീജിയണൽ അനസ്തീഷ്യ ഓക്കെ എന്താണ് റീജിയണൽ അനസ്തീഷ്യയിൽ പറയുന്നത്? സ്പെസിഫിക് പോർഷൻ ഓഫ് ദ ബോഡി സിസേറിയൻ സെക്ഷൻ ആണ് ഡൺ വിത്ത് എ റീജിയണൽ അനസ്തീഷ്യ. നമുക്കറിയാം നേരത്തെ പറഞ്ഞ സിസേറിയനിൽ അനുഭവപ്പെട്ട ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അവർക്ക് എന്താണ് ഉണ്ടാക്കിയാണ് റീജിയണൽ അനസ്തീഷ്യയാണ്. ആ സിസേറിയനുമായി ബന്ധപ്പെട്ട ഭാഗത്ത് മാത്രമാണ് ബോധം അല്ലെ, അവിടെ മാത്രം മരയിപ്പിച്ച് കൊടുക്കുന്ന ഒരവസ്ഥയാണ് റീജിയണൽ അനസ്തീഷ്യയിൽ സംഭവിക്കുന്നത്. അത് നമുക്കറിയാം കുറച്ച് കഴിയുമ്പോൾ അല്ലെ, ആ ഒരു ഒബ്സർവേഷൻ ആ ഒരു പീരീഡ് കഴിയുമ്പോൾ അവിടെ പെയിൻ ഒക്കെ പതിയെ പതിയെ അതായത് വരും, ആക്റ്റീവായിട്ട് വരും. ദെൻ അവർക്ക് നോർമലി സാധാരണ രീതിയിലാവാനായിട്ട് സാധിക്കും. During the surgery, the anesthesiologist will monitor the patient's blood pressure, heart rhythm, temperature, level of consciousness, and the amount of oxygen in the blood. അപ്പൊ ഈ സമയത്ത് അനസ്തേഷ്യോളജിസ്റ്റ് സാധാരണ രീതിയിൽ എന്തൊക്കെയാണ് സർജറി ചെയ്യുന്ന ടൈമിലൊക്കെ മോണിറ്റർ ചെയ്യണം പേഷ്യന്റിന്റെ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഹേർട്ടിന്റെ അല്ലെ അതിന്റെ ഇടിപ്പും താളങ്ങളെല്ലാം, ടെമ്പറേച്ചറും, ലെവൽ ഓഫ് കോൺഷ്യസ് ബോധാവസ്ഥയൊക്കെ ഓക്കെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണോ, ബോധാവസ്ഥയിലായി പോകുന്നില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ആൻഡ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡില് ഓക്സിജന്റെ ലെവലിലൊക്കെ വേരിയേഷൻ ഉണ്ടോ, അത് ഇല്ലാതെ പോകുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യേണ്ടതും ആദ്യ ഡ്യൂട്ടിയാണ്, അനസ്തേഷ്യോളജിസ്റ്റിന്റെ ഡ്യൂട്ടി തന്നെയാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം ഒരു മെഡിസിൻ കൊടുത്തിട്ട് അയാളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോവുകയല്ല അല്ലെ. അനസ്തേഷ്യോളജിയുടെ ഡ്യൂട്ടി അതോടുകൂടി കഴിയുകയല്ല. അദ്ദേഹം എന്താണ് ഇദ്ദേഹത്തിന്റെ കൊടുത്തത് അനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോകുന്നുണ്ടോ, ഇതിന്റെ ആ പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങളും അല്ലെ, ഹേർട്ടിന്റെ റിതം, ടെമ്പറേച്ചർ, ലെവൽ ഓഫ് കോൺഷ്യസ്, തന്നെ ബ്ലഡ് പ്രഷർ, അതെല്ലാം തന്നെ അവര് ശ്രദ്ധിച്ച് കൊണ്ടുപോകണം. അതായത് നമുക്കറിയാം ഒബ്സർവേഷൻ ടൈം കഴിഞ്ഞിട്ടും ബോധരഹിതം അല്ലെ, ബോധം വന്നില്ല എങ്കിൽ എന്താണ് ബുദ്ധിമുട്ടാണ് അല്ലെ. അതേസമയം ഓപ്പറേഷന്റെ സമയത്ത് ബോധാവസ്ഥ ഇല്ലെങ്കിലും പ്രശ്നം. അപ്പൊ ബോധാവസ്ഥ വേണം താനും, ബോധം വരേണ്ട സമയത്ത് തന്നെ ബോധം വരികയും ചെയ്യും. അതിനിടയ്ക്ക് ഒന്നും സംഭവിക്കാനും പാടില്ല. അപ്പൊ അതെല്ലാം കറക്റ്റ് തന്നെയാണോ എന്ന് കൈകാര്യം ചെയ്തത്. നമുക്കറിയാം പേഷ്യൻസിന്റെ ആ ഒരു ആരോഗ്യാവസ്ഥ അനുസരിച്ചിട്ടൊക്കെയാണ് ഇതൊക്കെ കൊടുക്കുന്നത് അല്ലെ. എത്രത്തോളം കൊടുക്കണം എന്നുള്ള കാര്യമൊക്കെ അവർ തീരുമാനിക്കുന്നത്. അതനുസരിച്ചിട്ട് ഇത്ര സമയത്തിനുള്ള അതേമാതിരി തന്നെ ഓപ്പറേഷൻ എടുക്കുന്ന സമയത്തിന്റെയും കൂടി ക്രമീകരണം നോക്കിയിട്ടാണ് ഇവര് ഈ ഒരു അനസ്തേഷ്യക്ക് തയ്യാറാകുന്നത്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ട ഡ്യൂട്ടി ആരുടെ തന്നെയാണ്? അനസ്തേഷ്യോളജിസ്റ്റിന്റെ ഡ്യൂട്ടി തന്നെയാണ്. ജസ്റ്റ് വായിച്ചു നോക്കാം. ഇതിൽ നിങ്ങൾ ചെറിയൊരു ഇതുകളൊക്കെ അതായത് CAD എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഷോർട്ട് ഫോം ഒക്കെ ആയിട്ട് ചോദിച്ചാലും അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം. എന്താണ് കൊറോണറി ആർട്ടറി ഡിസീസസ് എന്നാണ് അല്ലെ. ചിലപ്പോഴൊക്കെ ഒരു ഷോർട്ട് ഫോമിനൊക്കെ ആയിട്ട് തരുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേര്. എങ്ങാനുമൊക്കെ ബൈ ചാൻസ് എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാല് CAD അല്ലെങ്കിൽ CHD ഹേർട്ടുമായി ബന്ധപ്പെട്ട CAD ഓർ CH എന്ന് പറയുമ്പോൾ കൊറോണറി ആർട്ടറി ഡിസീസസ് അല്ലെങ്കിൽ കൊറോണറി ഹേർട്ട് ഡിസീസസ്. ഓക്കെ, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേരെ.
തന്നെ ഇതേമാതിരി തന്നെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് അല്ലെ, അങ്ങനെ വരുമ്പോഴും അതിന്റെയും കൂടി ആ ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗിന്റെ കാര്യങ്ങളും കൂടി നോക്കുക. ABG ഉള്ള രീതിയിലാണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. BG എന്നുള്ള കാര്യത്തിന്റെ കാര്യം കൂടി ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേക്കുക. ചിലപ്പോഴെങ്കിലും ഇങ്ങനെ ഇതായിട്ട് വരുമ്പോൾ അല്ലെ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയേക്കുക. അതേമാതിരി തന്നെ ഇവിടെയും ഉണ്ട് IV കാനുല അല്ലെ, അത് എന്താന്നുള്ള കാര്യം. ഇൻട്രാവീനിയസ് കാനുലയാണ്. ഇൻട്രാവീനിയസ് അല്ലെ, നമ്മള് ഞരമ്പിലൂടെയാണ് അത് കൊടുക്കുന്നത്. IV കാനുലയുടെ ഫുൾ ഫോം എന്താന്ന് നോക്കിയാലും അല്ലെ ഇൻട്രാവീനിയസ് കാനുലയാണ്. ആ വെയിനിൽ കൂടെയാണ് നമ്മള് സാധാരണ വെയിനിൽ കൂടെ അത് ഫിറ്റ് ചെയ്തിട്ട്, നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെ, നമ്മളിപ്പോ കുട്ടികളെ പോലും ഇഞ്ചക്ഷൻ ഒക്കെ നമുക്ക് അറിയാം കുറച്ചല്ലേ, ടൈം ടു ടൈമിൽ ഇഞ്ചക്ഷൻ ഒക്കെ ആന്റിബയോട്ടിക് ഒക്കെ ഉണ്ടെങ്കിൽ കാനുല ഫിറ്റ് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിയാവുന്നത് തന്നെയാണ്. എന്നാലും ചിലരെ റയറായിട്ടെങ്ങാനും നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കും. സിസേറിയൻ സെക്ഷനിൽ സാധാരണയായിട്ട് ഏത് അനസ്തേഷ്യയാണ് കൊടുക്കുന്നത്, ഡെന്റൽ സെക്ഷനിൽ ഏത് അനസ്തേഷ്യയാണ് കൊടുക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിച്ചാലും അത്തരത്തില് അനസ്തേഷ്യ ഏതാന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ലോക്കൽ അനസ്തേഷ്യയാണ് ഡെന്റൽ സെക്ഷനിൽ വരുമ്പോൾ. അതേമാതിരി തന്നെ സിസേറിയനിലൊക്കെ റീജിയണൽ അനസ്തേഷ്യയാണ് കൊടുക്കാറുള്ളത്. ജസ്റ്റ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? വായിച്ചു നോക്കിയോ? നോക്കാലോ, കണ്ടിന്യൂ ചെയ്തോട്ടെ. കുറച്ചേ പോകുന്നുള്ളൂ. ഇത്തിരി ഇതായ കൊണ്ടാണ് ഞാൻ പതിയെ പോയത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് CCU. ഓക്കെ, എന്താണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ICU അല്ലെ. നമ്മൾ രണ്ട് രീതിയിലും ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിനെ അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അറിയപ്പെടാറുണ്ട്. അതിന്റെയൊക്കെ ഷോർട്ട് ഫോം തന്നിട്ടുണ്ട്, CCU ഓർ ICU. അപ്പൊ ഇത് രണ്ട് രീതിയിലും എന്താണ് സാധാരണയായിട്ട് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ അല്ലെങ്കിൽ ICUയിൽ അഡ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെ വരുമ്പോഴാണ് പേഷ്യന്റിന്റെ ഇച്ചിരി കൂടി അല്ലെ അവരുടെ ആ ഒരു ഡിസീസ് ഇച്ചിരി കൂടി വഷളാവുന്ന സ്റ്റേജിലൊക്കെ ആകുമ്പോഴാണ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ അല്ലെങ്കിൽ ICUയിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യാറ് അല്ലെ, അവിടേക്ക് കൊണ്ടുപോകാറ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഈസ് സ്പെഷ്യലി ദാറ്റ് കെയർസ് ഫോർ പേഷ്യൻസ് വിത്ത് അക്യൂട്ട് ലൈഫ് ത്രെറ്റനിങ് ഇൽനെസ്. അതായത് എന്തെങ്കിലും അല്ലെ നമ്മളുടെ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജീവന്റെ അവസ്ഥക്ക് എന്തെങ്കിലും ബ്ലോക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടായെങ്കിൽ അല്ലെ, ലൈഫ് ത്രെറ്റനിങ് ഇൽനെസ് പെട്ടെന്ന് തന്നെ അതിന്റെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് എന്തെങ്കിലും സംതിങ് പ്രോബ്ലംസ് മാറ്റേഴ്സ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലാണ് പെട്ടെന്ന് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലേക്ക് പേഷ്യന്റിനെ കൊണ്ടുപോകാറുള്ളത്. ക്രിട്ടിക്കൽ കെയർ ഈസ് ഡെലിവേർഡ് ത്രൂ എ ഹൈലി സ്പെഷ്യലൈസ്ഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഓൾസോ നോൺ ആസ് ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ്, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്. അതായത് ആ പേരുകളിൽ അറിയപ്പെടാം അല്ലെ, ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്. നമുക്കറിയാം അവിടെ സ്പെഷ്യലൈസ് അല്ലെ ആ പേഷ്യന്റിനെ ഇച്ചിരി കൂടി കെയർ ചെയ്യുന്നുണ്ട്, വളരെയധികം ശ്രദ്ധ അവരെ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും, ആ പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. ഡോക്ടേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ നമുക്കറിയാം ഡിസീസ് ക്രിട്ടിക്കൽ ആകുമ്പോഴാണ് അവിടേക്ക് കൊണ്ടുവന്ന് അഡ്മിറ്റ് ആകും അല്ലെ, അവിടേക്ക് കൊണ്ടുപോകാറുള്ളത്. നമുക്കറിയാം ഡോക്ടേഴ്സ് ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യും. അതേമാതിരി തന്നെ മോണിറ്റർ ചെയ്യുന്നത് അനുസരിച്ചിട്ട് തന്നെ ആ രോഗിക്ക് മെഡിസിൻസ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കും. കാരണം ആ രോഗിയുടെ അവസ്ഥ ഇച്ചിരി കൂടി വഷളായത് കൊണ്ടാണ് അങ്ങനെ കൊടുക്കേണ്ടത് വരുന്നത് അല്ലെ, ഇത്തിരി കൂടി കെയർ കൊടുക്കേണ്ടി വരുന്നത്. പേഷ്യൻസ് ആർ യൂഷ്വലി ട്രാൻസ്ഫർഡ് ടു ICU ആഫ്റ്റർ ഇനീഷ്യൽ സ്റ്റെറിലൈസേഷൻ ആൻഡ് എമർജൻസി റൂം. then ഓപ്പറേഷൻ തിയേറ്റർ ഓർ റിക്കവറി റൂം. അദ്ദേഹം വലിയ കുഴപ്പമൊന്നുമില്ല അല്ലെ, സാധാരണ രീതിയിൽ അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ് തീർച്ചയായിട്ടും അവരെന്താണ് വീണ്ടും അവരുടെ ആ ഒരു നിലനിൽപ്പ് അല്ലെ, എമർജൻസിയുടെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അവരെന്താണ് റിക്കവറി റൂമിലേക്ക് കൊണ്ടുപോകും അല്ലെ. ഇൻ കേസ് എന്തെങ്കിലും നമുക്കറിയാം ചിലപ്പോൾ ഇൻ കേസ് ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് നമ്മൾ ഒബ്സർവേഷനിലേക്ക് കൊണ്ടുപോകും അല്ലെ. അപ്പൊ ഒബ്സർവേഷനിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഒബ്സർവേഷനിലായിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇച്ചിരി കൂടി ബ്ലീഡിംഗ് ഒന്നും കൺട്രോളബിൾ അല്ലാത്ത അവസ്ഥയിൽ വരുമ്പോൾ എന്താവും ഈ പേഷ്യന്റിന്
ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലേക്ക് ചിലപ്പോൾ കൊണ്ടുപോകേണ്ട അവസ്ഥ വരും. അപ്പൊ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം അതിന് അവിടെ എല്ലാം മെഷീൻസും മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ആ രോഗി സ്റ്റേബിൾ ആണ്, വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് വീണ്ടും രോഗിയെ അല്ലെ പഴയ രീതിയിലേക്ക് ചിലപ്പോൾ ഒബ്സർവേഷനിലേക്ക് വീണ്ടും റൂമിലേക്കൊക്കെ മാറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. Certain patients need to isolated and need course and individual medical attention. ചില രോഗികളെയൊക്കെ ചിലപ്പോൾ ഐസൊലേറ്റ് ചെയ്ത് തന്നെ നോക്കേണ്ടതായിട്ട് വരും. നമുക്കറിയാം ചില ക്രിട്ടിക്കൽ അല്ലെ പകരാവുന്ന അവസ്ഥകൾ, രോഗം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയുള്ള പേഷ്യൻസ് ആണ് എങ്കിൽ. ഇപ്പൊ കൊറോണയൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് നമ്മൾ ഐസൊലേഷൻ ഏരിയയെ കുറിച്ചിട്ട് കേട്ടത്. എന്താണ് ഐസൊലേഷൻ ഏരിയ എന്ന് പറയുന്നത്? അവിടെ ഒറ്റയ്ക്ക് തന്നെ അവർക്ക് ചികിത്സ കൊടുക്കേണ്ട അവസ്ഥ വരും അല്ലെ. കാരണം എന്താണ്, മറ്റ് പേഷ്യൻസിനെ അടുപ്പിച്ച് അവർക്കും രോഗങ്ങൾ പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സെർട്ടൻ പേഷ്യൻസ് നീഡ് ടു ബി ഐസൊലേറ്റഡ് ആൻഡ് നീഡ് ക്ലോസ് ആൻഡ് ഇൻഡിവിജ്വൽ മെഡിക്കൽ അറ്റൻഷൻ. അവർക്ക് മെഡിക്കലായിട്ട് സ്പെഷ്യലായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് അറ്റൻഷനോട് കൂടിയിട്ട് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ അല്ലാതെ തന്നെ ഐസൊലേറ്റ് ചെയ്ത് തന്നെ അവരെ പരിചരിക്കേണ്ടതായിട്ട് വരും. ദ ICU ഹാസ് വെരി few beds and is usually handled by specialist doctors and nurses as well as consultant anesthetics, physiotherapists and dietitians. അതായത് നമ്മൾക്കറിയാം അവിടെ ICUയില് കുറച്ച് ബെഡുകൾ അല്ലെ, ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാവോ? ഇല്ല, ICUയില് കുറച്ച് സൗകര്യം ഉണ്ടാവുക. അത്രയ്ക്കും പേഷ്യൻസിന്റെ ആ ഒരു ഡിസീസ് അത് മൂർധന്യാവസ്ഥയിലൊക്കെ ആവുന്ന അവസ്ഥയിലാണ് ICUയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഡോക്ടേഴ്സ് ഒക്കെ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യും അല്ലെ. മറ്റുള്ള സമയം പോലെയല്ല, റൗണ്ട്സിന് വരുന്ന മാതിരി തന്നെ ഒരു ദിവസത്തിൽ വന്നു പോവുകയല്ല അവിടെ ചെയ്യുന്നത്. അവിടെ എപ്പോഴെപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ട് നോക്കാൻ വേണ്ടിയിട്ട് നഴ്സുമാരുണ്ടാവും. നഴ്സുമാർ പറയുന്നതനുസരിച്ചിട്ട് വിസിറ്റ് ചെയ്യാൻ ഡോക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ടാവും. അതനുസരിച്ചിട്ടാണ് അവിടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അവിടെ അതനുസരിച്ചിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും അല്ലെ. ഫിസിയോതെറാപ്പിസ്റ്റുകൾ വന്ന് അവരെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ അവരെ അത് ചെയ്യും. നമുക്കറിയാം അത് ബോഡിയുമായി അല്ലെ അവരുമായിട്ട് ആരോഗ്യമായിട്ട് നേരിട്ട് ഇടപഴകിയിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട അവസ്ഥയാണ്. ഡയറ്റീഷ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരുടെ ഭക്ഷണക്രമത്തില് അല്ലെ എന്തെങ്കിലും കൊടുക്കേണ്ടത്. നമുക്കറിയാം അവരെ ജീവൻ നിലനിർത്തി കൊണ്ടുപോകാൻ ചിലപ്പോ എന്താണ് എന്തെങ്കിലും ഇതില് അല്ലെ റൈസ് ട്യൂബിലൂടെയൊക്കെ ആയിരിക്കും ചിലപ്പോ ഫുഡും മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്ന അവസ്ഥയുണ്ടാവുമെങ്കിൽ അതിനനുസരിച്ചിട്ട് തന്നെ മെഡിസിൻസും അതോടൊപ്പം തന്നെ ഭക്ഷണം കൂടി ഉള്ളിൽ ചെല്ലുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടിയിട്ട്, അതായത് ഭക്ഷണക്രമം കൈകാര്യം ചെയ്യാനുള്ള സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള വിഭാഗമാണ് ഡയറ്റീഷ്യൻ അല്ലെ. അവരുടെ സഹായത്തോടു കൂടിയിട്ടായിരിക്കും അവിടെ ആ രോഗിയെ പരിചരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ആ രോഗിയുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സും ഫിസിയോതെറാപ്പിസ്റ്റുകള്, ഡയറ്റീഷ്യൻസ്, അനസ്തെറ്റിക് വിഭാഗത്തിലുള്ള ആൾക്കാരും അതുമാതിരി തന്നെ നഴ്സുമാരും ഒക്കെ എന്താണ് അവിടെ യൂഷ്വലി ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും ഓരോ പേഷ്യന്റിനെയും. ഓക്കെ, അതാണ് ICUവിന്റെ പ്രത്യേകത. അതായത് നമുക്കറിയാം ICU ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജിലാവുമ്പോഴാണ് അവിടേക്ക് പോകുന്നത്. അവിടെ അതിനുള്ള മെഷീൻസ് സംവിധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഓരോരുത്തരെയും പരിചരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നഴ്സുമാരും അതിനനുസരിച്ചിട്ടുള്ള ഡോക്ടേഴ്സും എന്താണ് രോഗിയുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ അതിനനുസരിച്ചിട്ടുള്ള ഏത് പേഴ്സൺസും, ഇപ്പോ ഫിസിയോതെറാപ്പിസ്റ്റിനാണെങ്കിലും ഡയറ്റീഷ്യനൊക്കെ ആണെങ്കിലും ആ രോഗിയുടെ രോഗാവസ്ഥ മാറ്റിയിട്ട് അദ്ദേഹം ജീവന്റെ അവസ്ഥ അല്ലെ ഇച്ചിരി കൂടി ആരോഗ്യവാനായിട്ട് പുറത്തേക്ക് വരാനായിട്ടുള്ള എന്തൊക്കെ ക്രമീകരിക്കാം അതിന് പ്രാധാന്യം കൊടുത്തിട്ടായിരിക്കും അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. നിങ്ങൾ ചെറിയ ചെറിയ ഇതുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണോട്ടോ. CCU ICU എന്നൊക്കെ പറയുമ്പോഴൊക്കെ അതൊക്കെ ഇങ്ങനെ ഒരുപാട് ഈ ഇതില് കുറച്ച് കൂടുതൽ അബ്രിവേഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിസ്റ്റേക്ക് വരാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം ഓരോ വിഭാഗത്തിലും വരുന്ന അബ്രിവേഷൻസ് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോകും. അപ്പൊ പ്രശ്നം ഉണ്ടാവും.
ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? CCU എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്. രണ്ട് പേരിൽ അറിയപ്പെടാം, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ICU അല്ലെങ്കിൽ CCU. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പരീക്ഷയിലേ പോകുന്നു, കുഴപ്പമില്ലല്ലോ. ഡെർമറ്റോളജി കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, ഇനി ഡെർമറ്റോളജി വിഭാഗം. എന്താണ് ഡെർമറ്റോളജി? ഓക്കെ, ഡെർമറ്റോളജി വിഭാഗം എന്ന് പറയുമ്പോൾ ഓക്കെ, സ്കിന്ന്, ഞാൻ അന്ന് സ്കിന്നിൽ മാത്രം ആ വിഭാഗത്തെ പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്ന സ്കിൻ മാത്രം നിങ്ങൾ പറയരുത്. ഓക്കെ, ഹെയർ നെയിലൊക്കെ പറയുന്നത്. അപ്പൊ എന്താണ് ഡെർമറ്റോളജി വിഭാഗം എന്ന് പറയുമ്പോൾ ഒരിക്കലും സ്കിൻ മാത്രം നമ്മൾ മൈൻഡിലേക്ക് കൊണ്ടുവരരുത്. നമ്മൾ കേട്ടേക്കുന്നത് ഓക്കെ ആയിരിക്കും, പക്ഷെ അതിലെന്താണ് ഹെയറും നെയിൽസ് എല്ലാം പെടുന്നുണ്ട്. ആ ഒരു വിഭാഗമാണ് എന്താണ് ഡെർമറ്റോളജി വിഭാഗം. നമുക്കറിയാം ഇപ്പൊ ശരീരത്തിന്റെ അല്ലെ എല്ലാ കാര്യത്തിനെയും കുറിച്ച്, ഹെൽത്തിന്റെ എല്ലാ കാര്യത്തിനെയും കുറിച്ച് നമ്മൾ അത് കൊടുക്കുന്ന മാതിരി തന്നെ സ്കിന്നിനും നെയിലിനും എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇച്ചിരി കൂടി മെച്ചപ്പെട്ട രീതിയിൽ സ്കിന്നിന് അല്ലെ ഒരു വരണ്ട ചർമ്മൊക്കെ ആണെങ്കിൽ ഇതിനു കൂടി മോയിലി ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് എന്താണ് വെയിൽ കൊള്ളുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ ട്രീറ്റ്മെന്റ് മായി ബന്ധപ്പെട്ട് സമീപിക്കുന്ന വിഭാഗമാണ് ഡെർമറ്റോളജി. ചിലപ്പോഴൊക്കെ കോസ്മെറ്റോളജിയും വിഭാഗം, സൗന്ദര്യ വർദ്ധനത്തിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ എന്താണ് ഈ വിഭാഗത്തിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ എന്താണ് പ്രധാനമായിട്ടും ചിലപ്പോൾ നമുക്കറിയാം ചിലരുടെ മുടിയൊക്കെ ഒരുപാട് കൊഴിഞ്ഞു പോകുന്ന അവസ്ഥകളുണ്ടാവും അല്ലെ. ചിലരൊക്കെ ഹോസ്റ്റലിലൊക്കെ മാറി വെള്ളമൊക്കെ മാറി യൂസ് ചെയ്യുമ്പോഴൊക്കെ അവർക്ക് അങ്ങനെയൊക്കെ അനുഭവപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും ഏത് വിഭാഗത്തിനെയാണ് ട്രീറ്റ്മെന്റിന് വേണ്ടി പോകുന്നത്? ഡെർമറ്റോളജി വിഭാഗത്തിനെയാണ് സമീപിക്കേണ്ടത്. Dermatology is the science that deals with the diagnosis and treatment of diseases of the skin, hair and nails. അതായത് നമ്മുടെ രോഗനിർണയം എന്താണ്, ഈ സ്കിന്നിനുള്ള പ്രോബ്ലം അല്ലെ, ആ രോഗനിർണയം അല്ലെങ്കിൽ ഹെയറിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ നമുക്കറിയാം അവര് ഇത്തിരി കൂടി അല്ലെ അവിടുത്തെ വെള്ളത്തിൽ ഇത്രയും pH ഒക്കെ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന ഓയിൽസ് ഒക്കെ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടേഴ്സ് തിരിച്ചും അല്ലെ ഓരോ പേഷ്യൻസിനും അതിനനുസരിച്ചിട്ടുള്ള മറുപടികൾ കൊടുക്കും. ചിലർക്കൊക്കെ നമുക്കറിയാം നെയിലൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന അവസ്ഥ, കുടി കുത്തുന്ന അല്ലെ പെട്ടെന്ന് വേദനകൾ, അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു ചിലപ്പോൾ ചില ഫാക്ടറികളിലോ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ അവർക്കും ഇത്തരത്തിലൊക്കെയുള്ള നെയിൽ ഇഷ്യൂസ് ഒക്കെ വരാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഡെർമറ്റോളജി വിഭാഗത്തിനെ സമീപിക്കുന്നത്. Then it offers a specialized treatment for all clinical general dermatological problems, including disorders of the skin, hair and nail, and venereal diseases, and also advanced cosmetic dermatology services for management of problems like against scars, then pigmentation, vitiligo, hair loss, hair fall, unwanted hair, moles, warts, wrinkling, and aging skin. അതായത് പല വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ചിന്തിക്കും അല്ലെ. പണ്ടെന്ന് പറയുമ്പോൾ ഒരിക്കലും അല്ലെ ഈ വക കാര്യങ്ങൾക്ക് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നില്ല. പക്ഷെ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് സമീപിക്കും. ഇപ്പൊ ഈ ഒരു വിഭാഗത്തിന് തന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് തന്നെ ഒരു ഹോസ്പിറ്റലൊക്കെ സ്ഥാപിക്കുന്നുണ്ട്. ഡെർമറ്റോളജി വിഭാഗത്തിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ഹോസ്പിറ്റലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവിടേക്ക് ഈ വക കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് പേഷ്യൻസ് അവിടേക്ക് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടേക്ക് മാത്രം ചെല്ലും. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കും. ഇപ്പൊ നമുക്കറിയാം കുട്ടികളാണെങ്കിലും പഴയ കാലഘട്ടത്തിനെ അപേക്ഷിച്ച് അല്ലെ 1-2 പേഴ്സൺസ് അല്ലെ. അപ്പൊ അവർക്ക് എന്താണോ പ്രോബ്ലംസ്, ആ പ്രോബ്ലംസ് എല്ലാം ചിലപ്പോൾ സമൂഹത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അവരെന്താണ് ഇങ്ങനെ ട്രീറ്റ്മെന്റിന് കൂടുതൽ പ്രാധാന്യം ശ്രദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന വിഭാഗങ്ങൾക്ക് പോയിട്ടാണ് അവര് ട്രീറ്റ്മെന്റ് നടത്താറ്. അപ്പൊ നമ്മള് ജസ്റ്റ് വായിച്ചു നോക്കാം. അതില് പ്രധാനപ്പെട്ട കുറച്ച് വേർഡ്സുകളുണ്ട് അല്ലെ.
സർജറീസ് ഒക്കെ വരുമോ? ഓക്കെ, ചിലരൊക്കെ സർജറീസിനൊക്കെ വിധേയമാവുന്നുണ്ട്. അതായത് നമുക്കറിയാലോ, ചിലപ്പോഴൊക്കെ പേപ്പറിലൊക്കെ നമ്മൾ കേൾക്കാറില്ലേ, ചിലർക്ക് ഈ സർജറീസ് ചിലപ്പോ അത് ശരീരത്തിനുണ്ട്. മിക്കപ്പോഴൊക്കെ അതൊക്കെ നടത്താറുണ്ട്. ചില ഇതുകളൊക്കെ എന്താണ് ഇതുകളൊക്കെ എന്താ പറയുക, റേഡിയേറ്റീവ് ആയിട്ടുള്ള ഇതുകളൊക്കെ കൊടുത്തിട്ടൊക്കെ ആയിരിക്കുള്ള സ്കിന്നിലെ ആ പാടുകൾ മാറ്റാനൊക്കെ ആയിട്ടുള്ള പല പല സർജറികളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയത് മുതൽ നമുക്കറിയാം. ഇതിന്റെ ഒരു പ്രത്യേകത കുറച്ചും കൂടി എന്താണ്, ഫിനാൻഷ്യലി അവര് നമ്മള് സാധാരണ പേഷ്യന്റിൽ നിന്ന് ഈടാക്കുന്ന ഒരു ഇതാണ്. കോസ്മെറ്റിക് വിഭാഗം എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഇതിൽ നിന്ന് ട്രീറ്റ്മെന്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇച്ചിരി കൂടി ഫിനാൻഷ്യലി നമ്മളിൽ നിന്ന് ലോസ് ആവുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സാധാരണയായിട്ട് ഒരുപാട് അല്ലെ, ഹെയറുമായിട്ട് എന്തെങ്കിലുമൊക്കെ വരുമ്പോഴെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതേമാതിരി തന്നെ മറുകുകൾ മാറ്റിക്കളയാനൊക്കെ ആയിട്ട്, മോൾസുകൾ എന്നൊക്കെ പറയുന്നത് മറുകുകളാണ്. അതേമാതിരി തന്നെ ചുളിവുകൾ അല്ലെ, റിംഗ്ലൻസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതൊക്കെ തന്നെ അതിന്റെ ഓരോ വേർഡ് മീനിങ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം അത് ചില വേർഡ്സ് ആണ് അല്ലെ, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ അതിന്റെ ഓരോന്ന് പറഞ്ഞു തരാം. അതായത് അഗ്നി എന്ന് പറയുന്നത് മുഖക്കുരുവാണ്. ദെൻ സ്കാർസ് എന്ന് പറയുന്നത് പാടുകളാണ്. ഓക്കെ, ലൈക്ക് അഗ്നി, ഈ വേർഡ്സ് ലാസ്റ്റ് വേർഡ്സുകളാണ്. നിങ്ങൾക്ക് ഇതിൽ ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. എന്താണ് ആക്നെ? ആക്നെ എന്ന് പറയുന്നത് മുഖക്കുരു. മുഖക്കുരു. സ്കാർസ് എന്ന് പറയുന്നത് പാടുകൾ അല്ലെ, മുഖത്തുണ്ടാകുന്ന പാടുകള്. ദെൻ പിഗ്മെന്റ് എന്ന് പറയുന്നത് നിറക്കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മള് അല്ലെ ഒരു ഡാർക്ക് ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി കളർ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പിഗ്മെന്റ് എന്ന് പറയുന്നതാണ് നിറക്കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള. ദെൻ വിറ്റ്ലിഗോ എന്ന് പറയുന്നത് പാണ്ട് രോഗം, പാണ്ടുകൾ ഉണ്ടാവില്ലേ ചിലവരുടെയൊക്കെ മുഖത്തൊക്കെ പാണ്ടുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ട്രീറ്റ്മെന്റ് ഡെർമറ്റോളജി വിഭാഗത്തിലുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വെള്ളപ്പാണ്ടുകളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥകള് സാധാരണയായിട്ട് അതിന്റെ ഒരു പ്രത്യേകത മെലാനിന്റെ അഭാവമാണ്. അതായത് സാധാരണ സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതാണ് മെലാനിൻ ഉത്പാദിപ്പിക്കുന്ന സൂര്യന്റെ ആ ഒരു ഇത് അല്ലെ, സൂര്യരശ്മി ഏൽക്കേണ്ടി വരുമ്പോഴാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ആവാതെയാകുമ്പോഴാണ് അതിൽ നിന്ന് ആഗീരണം, ഒരു പക്ഷെ ചിലപ്പോൾ സൂര്യന്റെ താപം ഏൽക്കുന്നുണ്ടാവും, പക്ഷെ അത് ആഗീരണം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവരുടെ ബോഡിയിൽ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ, ആ പ്രധാന ഘടകം ആഗീരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും അതനുസരിച്ചിട്ട്. ഓക്കെ, തന്നെ എന്താണ് അത് സഹായിക്കുന്ന പ്രധാന അതിന്റെ ആ ഒരു ഘടകമാണ് വിറ്റ്ലിഗോ എന്ന് പറയുന്നത്. തന്നെ ഹെയർ ലോസ് ഓർ ഹെയർ ഫോള്, നമുക്കറിയാം മുടി കുഴിച്ചില്, മുടി ഉണ്ടാവാത്ത അവസ്ഥകളൊക്കെ. ദെൻ എന്താണ് അൺവാണ്ടഡ് ഹെയർ, മോൾസ്, മുഖ ഇതുകള് അല്ലെ, ചെറിയ ചെറിയ മുഖത്തിന്റെ കുരുക്കള്, വാർഡ്സ്, വ്രിംഗ്ലിംഗ് എന്നൊക്കെ പറയുന്നത് ചുളിവുകൾ അല്ലെ, നമ്മുടെ മുഖത്ത് ചുളിവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട്. ആൻഡ് സ്കിന്ന് സാധാരണയായിട്ട് എന്താണ് ഈ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് പ്രായമാകുമ്പോൾ ചർമ്മത്തിൽ നിന്നുള്ള ഉണ്ടാകുന്ന പ്രായമായവർക്കൊക്കെ ആവുമ്പോൾ ഏജിങ് സ്കിൻസ് അവർക്ക് നാച്ചുറലി വരുന്നതാണ് ആ ചുളിവുകളൊക്കെ. അത് മാറ്റാനായിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എന്താണ് ഡെർമറ്റോളജി വിഭാഗത്തിൽ ഉണ്ടാകുമെന്നുള്ളത്. അത് നടത്തുന്നത് സാധാരണയായിട്ട് കോസ്മെറ്റിക് ഡെർമറ്റോളജി സർവീസ് ആണ് അല്ലെ, അഡ്വാൻസ്ഡ് കോസ്മെറ്റിക് ഡെർമറ്റോളജി സർവീസ് ആണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. എന്താണ് ഡെർമറ്റോളജി is the science that deals with the diagnosis and treatment of വാർഡ്സ്, പ്രിംഗ്ലിംഗ് എന്ന് പറയുന്നത് സാധാരണയായിട്ടുള്ള ചുളിവുകളാണ്. സാധാരണ നാച്ചുറലി ചിലപ്പോൾ പക്ഷെ പ്രായമാകുന്നവർക്കിനേക്കാൾ മുമ്പ് നമുക്കറിയാം ചില പേഴ്സൺസിന് നിറച്ച മുടികളൊക്കെ പ്രായമാവണേക്ക് മുമ്പുണ്ട്, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ. അതേമാതിരി തന്നെ പ്രായമാവണേക്ക് മുമ്പ് തന്നെ ചുളിവുകളൊക്കെ വരാം.
അപ്പൊ അതൊക്കെ വേർഡ്സ് സ്പ്രിംഗ്ലിംഗിൽ പെടും. അതേസമയം ഏജിനിങ് സ്കിൻ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ പ്രായമാകുമ്പോൾ നാച്ചുറലി വരുന്നതാണ് ആ ചുളിവ്. അപ്പം അങ്ങനെയുള്ള ചുളിവുകൾക്കും ട്രീറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, ഇതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്നുകൂടി നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ടൊക്കെയാണ് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ഒന്നുകൂടി ഒന്ന് നമുക്ക് ഫൈനലൈസ് ചെയ്ത് നോക്കാം. എന്താണ് ഡെർമറ്റോളജി ഇസ് ദ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് ഓഫ് ദ സ്കിൻ, ഹെയർ ആൻഡ് നെയിൽസ്. അപ്പൊ നമുക്കറിയാം നെയിലിനും ഹെയറിനും സ്കിന്നിനും വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗമാണ്. ഇറ്റ് ഓഫേഴ്സ് സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ് ഫോർ ഓൾ ക്ലിനിക്കൽ ജനറൽ ഡെർമറ്റോളജിക്കൽ പ്രോബ്ലംസ് ഇൻക്ലൂഡിംഗ് ഡിസോർഡേഴ്സ് ഓഫ് ദ സ്കിൻ, ഹെയർ ആൻഡ് നെയിൽ ആൻഡ് venereal diseases, and also advanced cosmetic dermatology service for management of problems like nail scars. അതായത് ഇത് ഈ ഒരു വിഭാഗത്തില് പലതരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട സ്കിന്ന്, നെയില്, ഹെയറുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ചികിത്സ നടത്തുന്നത് ഈ വിഭാഗമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പറയാണ് അഡ്വാൻസ്ഡ് ആയിട്ട് ഈ ഒരു കാലഘട്ടത്തില് സൗന്ദര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന തരത്തിലുള്ള ആ ഒരു വിഭാഗം നമുക്കറിയാം. സ്പെഷ്യലൈസ് ചെയ്തിട്ട് പഠിച്ചിട്ട് അല്ലെ, അവര് ആ ഒരു ഡിഗ്രി സമ്പാദിച്ചിട്ടൊക്കെ തന്നെയാണ് ആ ഒരു ട്രീറ്റ്മെന്റിന് അല്ലെ അത് നേടിയെടുക്കുന്നത്. എന്നിട്ടാണ് ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് അല്ലെ പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്ത് അവരുടെ ആ രോഗാവസ്ഥ അല്ലെങ്കിൽ അവരുടെ ആ മുഖത്തിന്റെ ഭംഗി നിലനിർത്തി കൊടുക്കുന്നത്. ഓക്കെ, വാട്സ് അരിമ്പാറയാണ് നമുക്ക് പറയുന്നത്. വാട്സ് റിംഗ്ലിംഗ്. ഓക്കെ, റിംഗ്ലിംഗ് ചുളിവുകള്. ഓക്കെ, വാട്സ് എന്നുള്ളത് ഒരു ബൊമ്മയുണ്ടല്ലേ, ഞാൻ വാട്സ് റിംഗ്ലിംഗ് ഒന്നിച്ചാണ് പറഞ്ഞു പോയത്. വാട്സ് നിങ്ങളൊരു ഇത് എടുക്കുക, അത് അരിമ്പാറ, റിംഗ്ലിംഗ് ചുളിവുകൾ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ അതില് ഡെർമറ്റോളജി സർവീസ് പ്രദാനം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്താണ് മുഖത്തെ പാടുകള് അല്ലെങ്കിൽ മുഖത്തെ കുരുക്കള് അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും അല്ലെ കളർ മാറ്റുന്ന പിഗ്മെന്റേഷൻ അതൊക്കെ അവസ്ഥ. അതേമാതിരി തന്നെ എന്താണ് അരിമ്പാറ ഉണ്ടെങ്കിൽ അത് മാറ്റുന്ന അവസ്ഥ, ചുളിവുകൾ ഉണ്ടെങ്കിൽ മാറ്റുക. പിന്നെ എന്താണ് ഹെയർ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെയർ ഇല്ലാത്തൊരവസ്ഥയുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മറുകുകള് അതെല്ലാം മാറ്റിത്തരുന്ന അവസ്ഥകൾക്കെല്ലാം തന്നെ എന്താണ് ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഏത് ഭാഗത്തെ സമീപിക്കുന്ന എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഏത് വിഭാഗത്തെ സമീപിക്കേണ്ടത്? ഡെർമറ്റോളജി വിഭാഗത്തെ. ഓക്കെ, ഫാറ്റും റിമൂവൽ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഓക്കെ. സൗന്ദര്യത്തിൻ്റെതായിട്ട് വരുമ്പോഴും നമുക്കറിയാം മുഖത്തിന്റെ കാര്യം മാത്രമല്ല അല്ലെ, ബോഡിയിലെ ഫാറ്റുകളൊക്കെ ഉണ്ടെങ്കിലും അതും റിമൂവ് ചെയ്യും. സാധാരണയായിട്ട് ഫാറ്റുകളൊക്കെ റിമൂവ് സർജനെ കാണിച്ചിട്ടൊക്കെയാണ് റിമൂവ് ചെയ്യുക അല്ലെ. അത് സർജൻ തന്നെ ഫാറ്റ് റിമൂവ് ചെയ്തിട്ടാണ് ബോഡി ഹെൽത്ത് അതൊക്കെ ശരിയാക്കുന്നത്. അത് ഫാറ്റ് ശരിക്കും മുഖത്ത് മാത്രമല്ലല്ലോ, ഫാറ്റ് ശരീരത്തിന്റെ ഏത് ഭാഗത്തും അടിഞ്ഞുകൂടാം. അത് റിമൂവ് ചെയ്യാനായിട്ട് സർജന്റെ സഹായത്തോടു കൂടി തന്നെയായിരിക്കും അതൊക്കെ റിമൂവ് ചെയ്യുന്നത്. ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ. ഫാറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഫാറ്റുകൾ ഉണ്ടാവും. അതൊക്കെ ശരിക്കും പറഞ്ഞ ഡെർമറ്റോളജി വിഭാഗത്തിലല്ല, സർജനെ കണ്ടിട്ടായിരിക്കും അത് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇത് ഏത് വിഭാഗത്തിനെന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഏത് വിഭാഗത്തിനെ കാണേണ്ടത്? ഡെർമറ്റോളജി വിഭാഗം. ഇതിനൊക്കെ കോസ്മെറ്റിക് ആയിട്ടുള്ള ഡെർമറ്റോളജി സർവീസ് അല്ല, അഡ്വാൻസ്ഡ് കോസ്മെറ്റിക് ഡെർമറ്റിക് വിഭാഗം അല്ലെ, ആ ഒരു വിഭാഗത്തിന്റെ ഡോക്ടേഴ്സിനെയാണ് കാണേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഓക്കെ, ബൈ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? കാഴ്ച നോക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.